الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അങ്ങേയറ്റം തഖ്വയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടതുപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നാം ഏത് സാഹചര്യത്തിലും ശ്രദ്ധിക്കേണ്ട വിശിഷ്ടമായ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് സാന്ദർഭികമായി കഴിഞ്ഞ ആഴ്ച പരാമർശിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നാം നമ്മുടേതായ വ്യക്തിത്വവും സംസ്കാരവും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച ബോധ്യപ്പെടുകയുണ്ടായി. അതിനു മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മരണം ഏതൊരു മനുഷ്യനും എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം എന്നുള്ള യാഥാർത്ഥ്യം അത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു എന്നതാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ആത്മാക്കളെ അള്ളാഹു ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്ന മലക്കുകൾ സ്വീകരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനുഷ്യന്മാരായ സദ്വൃദ്ധന്മാരായ നഫ്സുൻ ത്വയ്യിബ നല്ല ആത്മാക്കളെ അള്ളാഹു സ്വീകരിക്കുന്ന അവസ്ഥ പരാമർശിച്ചിട്ടുണ്ട് ഖുർആനിൽ. അതുപോലെ തന്നെ നഫ്സുൻ ഹബീസ തിന്മ പ്രവർത്തിച്ചിരിക്കുന്ന പാപകരമായ കുറ്റകരമായ കാര്യങ്ങൾ ഒഴുകിയിരിക്കുന്ന ആളുകളുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന രംഗവും അള്ളാഹു നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് ആലോചിക്കുവാനുള്ളത് ഇതിൽ നമ്മൾ ഏതിൽ ഉൾപ്പെടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യവുമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. നമുക്കറിയാം, മരണം കടന്നു വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും മനുഷ്യൻ ബാക്കി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യും എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഓരോരുത്തർക്കും മരണം ആസന്നമാകുന്ന സന്ദർഭം, ഖാല റബ്ബി ഇർജിഊൻ, അവൻ പറയും എന്നെ ഒന്ന് മടക്കി അയക്കണം, തിരിച്ചയക്കണം, അഥവാ എനിക്ക് കുറച്ചുകൂടി അവസരം ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്ന രംഗം. എങ്കിൽ ഞാൻ ഉപേക്ഷിച്ചിരുന്ന, ഞാൻ ചെയ്യാതിരുന്ന, എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്ന പ്രവർത്തനങ്ങൾ
ഞാൻ ചെയ്തു കൊള്ളാം. അതുവരെ നമസ്കരിക്കാത്തവനും, നോമ്പെടുക്കാത്തവനും, സക്കാത്ത് കൊടുക്കാത്തവനും, മറ്റ് പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യാത്തവനും, നല്ല കാര്യങ്ങളിൽ സഹകരിക്കാത്തവരുമായിരിക്കുന്ന ആളുകൾ, നേരത്തെ നാം വിശദീകരിച്ചതുപോലെ മരണം ഉറപ്പാകുന്ന, മരണം ആസന്നമായിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അല്പം കൂടി അവസരം ലഭിച്ചാൽ, എന്നെ ഒന്നുകൂടി നീ ഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ സന്നദ്ധമായാൽ ഞാൻ അത്തരത്തിലുള്ള അന്ന് ഉപേക്ഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടും എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. പക്ഷെ ആ സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന മറുപടി കല്ല, ഒരിക്കലുമില്ല എന്നാണ്. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് ഒരു വെറുവാക്ക് മാത്രമാണ്, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പൊയ്വാക്ക് മാത്രമായിരിക്കും. ഹുവ ഖായിലുഹ, അവനത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് അവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെറും വാക്കായിട്ട് അവസാനിക്കുകയാണ് എന്ന് അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞ നമുക്ക് സുപരിതമാണ്. സൂറത്തുൽ മുനാഫിഖൂൻ, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹ് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക എന്ന് അവരോട് പറയുമ്പോൾ, ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ അവർ പറയുന്നത്, ഞങ്ങൾക്ക് അല്പം കൂടി നീട്ടി തന്നിരുന്നെങ്കിൽ, ചുരുങ്ങിയ കാലം കൂടി, അടുത്ത ഒരവധി വരെ ഞങ്ങൾ പിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊള്ളാം എന്ന് അവർ ആവശ്യപ്പെടും. ഫസദ്ദഖ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യാം. പക്ഷേ അവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന എന്താണ്? വാക്കും മിന സ്വാലിഹീൻ, ഞങ്ങൾ സാലിഹ്യങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അള്ളാഹു അവിടെ മറുപടി പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണാസന്നമാകുന്ന സമയത്ത് ഞാൻ ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പുണ്യം ചെയ്യാം, ഞാൻ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ജീവൻ ഒന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അത് വെറും വാക്ക് മാത്രമായിരിക്കും. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ലാതെ അതുകൊണ്ടൊരു ഫലവും ഉണ്ടാവില്ല. നമുക്ക് നിർണയിക്കപ്പെട്ട അവധി എത്തിയാൽ നമ്മൾ തിരിച്ചു പോവുക തന്നെ ചെയ്യേണ്ടി വരും എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ് ഇത്തരം ആയത്തുകളിലൂടെ. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഏത് സന്ദർഭത്തിലും മരണം നമുക്ക് കടന്നു വന്നാൽ ആ സമയത്ത് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുന്ന സ്വഭാവം മാറ്റിവെക്കുകയും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ കൽപ്പനകളെ കുറിച്ചും ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നല്ല ആത്മാവിനെ സ്വീകരിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലദീന തതവഫാഹുൽ മലായിക, സൂറത്തുൻ നഹ്ലിലെ 32-ാമത്തെ വചനമാണ്. ത്വയ്യിബീൻ, സച്ചരിതന്മാരായ നല്ലവരായിരിക്കെ അള്ളാഹു അവരുടെ ജീവൻ പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന ആളുകൾ. യഖൂലൂന സലാമുൻ അലൈക്കും, ആ സന്ദർഭത്തിൽ അവരുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന മലക്കുകൾ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനം, ശാന്തി. ഇദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നായിരിക്കും അവരോട് പറയപ്പെടുക. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. സമാധാനവും ശാന്തിയും അടയുന്ന ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെങ്കിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിധേയമായും നിങ്ങൾ തിരിച്ചു വരിക, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരം നല്ല ആത്മാക്കളായിക്കൊണ്ട്, നല്ല മനുഷ്യരായിക്കൊണ്ട്, ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പുണ്യകരമായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നാളെ പരലോകത്ത് സ്വർഗാവകാശികളായിത്തീരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് നിങ്ങൾക്ക് സമാധാനം, ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. കാരണം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് സ്വർഗമാണ് എന്നറിയിക്കപ്പെടും എന്നാണ്. അവരുടെ രംഗം ഹദീസുകളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ അത്തരം ആത്മാക്കളെ സ്വീകരിക്കുന്ന രംഗം അവിടെ വിശദീകരിക്കുന്നു. സുമ്മ യജീഉ മലക്കുൽ മൗത്തി അലൈഹിസ്സലാം, മരണത്തിനു വേണ്ടി ഉത്തരവാദപ്പെട്ട മലക്ക്
അവരുടെ അടുത്ത് കടന്നു വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, അവരുടെ തലക്കും പാത്തിരിക്കും. എന്നിട്ട് ഫയഖൂലു, അവർ പറയും, അയ്യസ്തുഹൻ നഫ്സു ത്വയ്യിബ, വിശിഷ്ടമായിരിക്കുന്ന ആത്മാവേ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പുണ്യകരമായി സ്വർഗത്തിന് അവകാശികളായിത്തീരുന്ന നല്ല ആത്മാവിനെ അവർ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയും, ഖുർജി ഇലാ മഗ്ഫിറത്തിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. അതുപോലെ തന്നെ പറയുവാൻ, അവൻ്റെ തൃപ്തിയിലേക്കും അവൻ്റെ പ്രീതിയിലേക്കും. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പാപമോചനവും അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയും നേടിക്കൊണ്ട് നിങ്ങൾ കടന്നു വരിക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും നല്ല മനുഷ്യരുടെ ആത്മാക്കളെ മാലാഖമാർ സ്വീകരിക്കുന്നത്. അതിനെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പാനപാത്രത്തിൽ നിന്നും ജലം എത്ര സുഗമമായി ഒഴുകി വരുന്നുവോ അതുപോലെ വളരെ സുന്ദരമായി മനോഹരമായിട്ടാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് കടന്നു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷമായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മൾ ഖുർആൻ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ ഒരു വിശ്വാസത്തിലും ആദർശത്തിലും നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്തിരിക്കുന്ന ആളുകൾ, തനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്ത എന്ന് പറയപ്പെടുകയും ചെയ്യും എന്നാണ്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊരു മനുഷ്യനും അവൻ നല്ലത് ചെയ്യുന്നവനാകട്ടെ തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ അതിൻ്റേതായ ഒരു അനുഭവം, അതിൻ്റെ ഗുണദോഷങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു അനുഭവം മരണസമയത്തും മരണത്തിന് ശേഷമുള്ള ബർസഹിയായ ജീവിതത്തിലും ഖബറിലും പിന്നീട് പുനരുത്ഥാന സമയത്തും അവൻ അനുഭവപ്പെടും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവസാനമായി നമുക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന, രക്ഷാശിക്ഷ നൽകപ്പെടുന്ന സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിക്കുന്നതിന് മുമ്പ് മരിക്കുന്ന സന്ദർഭത്തിലായിരുന്നാലും മരിച്ചതിന് ശേഷം നമ്മൾ ബർസഹിയായ ജീവിതത്തിൽ അല്ലെങ്കിൽ ഖബറിലായിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നാലും ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിലായിരുന്നാലും ആ 3 സന്ദർഭങ്ങളിലും നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ചുകൊണ്ടുള്ള അനുഭവങ്ങളും പ്രതികരണങ്ങളും നമ്മിലുണ്ടാകും എന്നാണ് നാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ വിശദീകരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ആയത്തിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആത്മാക്കളെ സ്വീകരിക്കുന്ന രംഗം അള്ളാഹു വരച്ച് കാണിച്ചിരിക്കുന്നതും പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുന്നതും സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കുന്ന അവസ്ഥ, മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, നിങ്ങൾ നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തിരിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതായ ആശങ്കപ്പെടേണ്ടതായ കാര്യങ്ങളില്ല എന്ന ആശ്വാസവചനങ്ങളോടുകൂടിയായിരിക്കും സ്വീകരിക്കപ്പെടുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സന്ദർഭത്തിലും ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ സൽക്കർമ്മം ചെയ്തുകൊണ്ട് സലീഹങ്ങളായി സച്ചരിതന്മാരായി ജീവിച്ചിരിക്കുന്ന ആളുകളെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന രംഗം, സലാമുൻ അലൈക്കും ബിമ സബർതും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ശാന്തി സമാധാനം എന്ന ആശീർവാദത്തോടു കൂടി സ്വീകരിക്കപ്പെടും എന്ന് നമുക്ക് അവിടെയും വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു ഭാഗത്തുള്ള അവസ്ഥയാണ്. നല്ലത് ചെയ്തിരിക്കുന്ന ആളുകളുടെ ആത്മാക്കളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാൻ, മരണം നമുക്ക് സംഭവിക്കുന്ന ആ സന്ദർഭത്തിൽ ഉത്തരവാദപ്പെട്ട മലക്ക് ആത്മാവിനെ സ്വീകരിക്കുന്ന സന്തോഷകരമായ ഒരു അനുഭവമാണ് വിശുദ്ധ ഖുർആൻ ഇത്തരം ആയത്തുകളിലൂടെയും പ്രവാചക വചനങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് ഇതിൻ്റെ വിപരീതാവസ്ഥ, പാപികളായ കുറ്റവാളികളായ തെറ്റുകൾ ചെയ്തിരിക്കുന്ന നരകാവകാശികളായിത്തീരുന്ന ആളുകളുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന രംഗം,
വളരെ ഗൗരവത്തോടുകൂടിയും വളരെ ഭയാനകമായും തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഖുർആൻ പലയിടങ്ങളിലും ആ കാര്യം വിശദീകരിച്ച് കാണാൻ സാധിക്കും. മരണവെപ്രാളത്തിൽ മനുഷ്യൻ പെട്ടുപോകുന്ന അക്രമികളായിരിക്കുന്ന ആളുകളെ നിനക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു നമ്മൾ ഇതിൽ വരച്ചു കാണിക്കുന്നത് അങ്ങനെയാണ്. വലൗതറ, നീ കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ താലിമീങ്ങളായ, അക്രമകാരികളായ, സത്യനിഷേധികളായ, ബഹുദൈവവിശ്വാസികളായ ആളുകൾ മരണവെപ്രാളത്തിൽ അകപ്പെടുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ, വൽ മലായികതു വാസിതു ഐദീഹിം, അവിടെ മലക്കുകൾ അവരുടെ ആത്മാവിനോട് അവരുടെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കൈ നീട്ടുകയാണ്. കൈ നീട്ടിക്കൊണ്ട് അവർ പറയും, അഖ്രിജൂ അൻഫുസകും അൽയൗം, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ ഈ സന്ദർഭത്തിൽ പുറത്തിറക്കുവിൻ എന്ന് ശാസനാരൂപത്തിൽ കൽപ്പിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തുജ്സൗന അദാബൽ ഹൂൻ, വളരെ ഹീനമായിരിക്കുന്ന ശിക്ഷ നൽകപ്പെടും എന്ന് അവിടെ വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്യമല്ലാത്തതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, മാത്രമല്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോട് നിങ്ങൾ അഹങ്കാരത്തോടുകൂടി പിന്തിരിഞ്ഞു പോവുകയും പുറംതിരിഞ്ഞു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കള്ളം പറഞ്ഞുണ്ടാക്കി, അവനെക്കുറിച്ച് വ്യാജം പറഞ്ഞ്, അതുപോലെ തന്നെ അവന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കറഞ്ഞ് അതിനോട് അഹന്ത കാണിച്ചുകൊണ്ട് ഈ ലോകത്ത് ധിക്കാരികളായി ജീവിച്ചതിന്റെ ഫലമായി ഹീനമായ ശിക്ഷയാണ് നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ പുറത്തിറക്കൂ എന്ന് വളരെ ഗൗരവത്തോടുകൂടി മലക്കുകൾ പറഞ്ഞുകൊണ്ട് അവിടെ ശരീരത്തിലേക്ക്, അവരുടെ ആത്മാവിന് നേരെ കൈനീട്ടുന്ന ഭയാനകമായ രംഗമാണ് അള്ളാഹു വരച്ച് കാണിക്കുന്നത്. മറ്റൊരായത്ത് സൂറത്തുൽ അൻഫാലിലെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറൂ, സത്യനിഷേധികളായ ആത്മാവിനെ, ആളുകളെ മരിപ്പിക്കുന്ന സന്ദർഭം, അവിടെ മരണം, മലക്കുകൾ ആത്മാവിനെ ഏറ്റെടുക്കുന്ന രംഗം. അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും മലക്കുകൾ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവരോട് പറയും, വദൂഖൂ അദാബൽ ഹരീഖ്, കത്തിജ്വലിക്കുന്ന നരകശിക്ഷ, അഗ്നിയുടെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭയാനകത നേരത്തെ വളരെ സമാധാനപരമായി കടന്നു വരും. അള്ളാഹുവിന്റെ പ്രീതിയിലേക്കും തൃപ്തിയിലേക്കും സ്വർഗത്തിലേക്കും കടന്നു വരൂ എന്നാണ് നല്ല ആത്മാക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, തിന്മ ചെയ്തിരിക്കുന്ന, തെറ്റ് പ്രവർത്തിച്ചിരിക്കുന്ന സത്യനിഷേധികളായ അക്രമകാരികളായ ആളുകളുടെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ മലക്കുകൾ അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും അടിച്ചുകൊണ്ടിരിക്കുകയും എന്നിട്ട് വേദനാജനകമായ ജ്വലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ അനുഭവിച്ചു കൊടുക്കുക എന്ന് പറയുകയും ചെയ്യും. ദാലിക ബിമാ ഖദ്ദമത് അയ്ദീകും, എന്തുകൊണ്ടാണ്? അള്ളാഹു ആരോടും അനീതി കാണിക്കുന്നത് കൊണ്ടല്ല, അള്ളാഹു ആരോടും അക്രമം പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന തിന്മയുടെ ദുരന്ത ഫലമാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അള്ളാഹു ഒട്ടും അനീതി കാണിക്കുന്നവനല്ല, തന്റെ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തിന്മയുടെ ഫലമാണ്. അള്ളാഹു നിങ്ങളോട് കാണിക്കുന്ന അക്രമമല്ല, അള്ളാഹു നിങ്ങളോട് അനീതി കാണിക്കുകയുമില്ല എന്ന് പറയപ്പെടുകയാണ്. വീണ്ടും അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. നോക്കൂ, നമ്മൾ ഇദാ തവഫത്തുഹുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവരെ മരിപ്പിക്കുന്ന ആ മരണം അവർ സംഭവിക്കുന്ന ആ സന്ദർഭം എങ്ങനെയുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പിന്തുടർന്നുകൊണ്ടിരുന്നത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ, അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിന്റെ പ്രീതിയെ അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രീതിയെ, ഇഷ്ടത്തെ ആഗ്രഹിച്ചുകൊണ്ടല്ല അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോയി എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു,
അപ്പോൾ അത്ര ദുരന്തപൂർണമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നതിനുണ്ടായിരിക്കുന്ന കാരണം അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാതിരിക്കുകയും അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി തീർന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, നോക്കൂ നമ്മൾ, അല്ലദീന തതവഫാഹുമുൽ മലായിക, മലക്കുകൾ ആത്മാവിനെ സ്വീകരിക്കുന്ന സന്ദർഭം, ദാലിമി അൻഫുസിഹിം, അവർ അവരോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ ആത്മാവും അവരോട് ചെയ്തിരിക്കുന്ന, നമ്മളോട് നമ്മുടെ സ്വന്തത്തോട് ചെയ്തിരിക്കുന്ന അതിക്രമത്തിന്റെ ഫലം മറ്റാരോടുമല്ല, നമ്മളോട് ചെയ്യുന്ന തെറ്റാണ്. തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ, അധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അക്രമം ചെയ്യുമ്പോൾ, ശിർക്കിൽ ഏർപ്പെടുമ്പോൾ, മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമുക്കെതിരെ ചെയ്യുന്ന മഹാപാപമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വാലിമി അൻഫുസിഹിം, അവർ അവരുടെ നഫ്സിനോട്, അവരുടെ ആത്മാവിനോട് അവർ ചെയ്തിരിക്കുന്ന അക്രമമാണ്, അതിന്റെ ഫലമാണ്. പക്ഷേ അവിടെ ആ സന്ദർഭത്തിൽ അവർ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവർ കീഴ്വണക്കം കാണിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ തിരിച്ചു വരും. മാ കുന്നാ നഅമലു മിൻ സൂ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ ആ സന്ദർഭത്തിൽ പരിതപിച്ചുകൊണ്ട് പറയും. പക്ഷേ ബലാ, ഇല്ലാതെയോ, നിങ്ങൾ തെറ്റ് പ്രവർത്തിക്കാത്തവരായിരുന്നുവോ, ഇന്നല്ലാഹ അലീമുൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ നരകത്തിന്റെ വാതിലുകളിലൂടെ പ്രവേശിച്ചുകൊള്ളുക. അഹങ്കാരികളായിരുന്ന ആളുകളുടെ വാസസ്ഥലം എത്ര മോശമാകുന്നു എന്നാണ് അള്ളാഹു അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ തെറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട്, സത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ വളരെ ഭയാനകമായിരിക്കുന്ന രംഗമായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ള സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ നിസായിലെ 97-ാമത്തെ വചനത്തിൽ അള്ളാഹു ഒന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം. ഇവിടെയും അള്ളാഹുവിന്റെ പ്രയോഗം അങ്ങനെ തന്നെയാണ്. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്ന ആളുകളുടെ ആത്മാവിനെ മലക്കുകൾ സ്വീകരിക്കുന്ന സന്ദർഭം. അപ്പോൾ അവരോട് ചോദിക്കും, ഖാല ഫീമ കുൻതും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു, ഭൂമിയിലെ ദുനിയാവിലെ നിങ്ങളുടെ ജീവിതം എന്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർ പറയും, ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്. അവർ അല്ലാഹുവിനോട് ആ സന്ദർഭത്തിൽ, ആ മലക്കുകളുടെ ചോദ്യത്തിൽ അവർ പറയും, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അള്ളാഹു അവിടെ വിശദീകരിക്കുന്നു, നമ്മൾ ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅ. മലക്കുകൾ ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇസ്ലാമിക വിശ്വാസവും ആദർശവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ അവിടെ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു എന്ന ന്യായത്തിന് അർത്ഥമില്ല. മറിച്ച് ഭൂമി വിശാലമായിരുന്നില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഫതുഹാജിറു ഫീഹാ, നിങ്ങൾക്ക് അവിടെ പലായനം നടത്താമായിരുന്നുവല്ലോ, സ്വതന്ത്രമായ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഹിജറ പോകാൻ പറ്റുമായിരുന്നല്ലോ. ഫൗലായിക മഅവാഹും ജഹന്നം വസാഅത് മസീറ. എന്നിട്ട് പറയും, അത് വളരെ മോശമായിരിക്കുന്ന ചീത്തയായ മടക്കസ്ഥലവും പാർപ്പിടവും വാസസ്ഥലവുമാകുന്നു എന്ന് പറയപ്പെടും എന്നാണ്. എന്നാൽ തുടർന്നുകൊണ്ട് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്, ഇല്ലൽ മുസ്തദ്അഫീന മിനൽ റിജാലി വൽ നിസാഇ വൽ വിൽദാൻ. എന്നാൽ ഒരു പ്രദേശത്ത് ലാ യസ്തതിഊന ഹീല, ഒരു ഉപായവും സ്വീകരിക്കുവാൻ, ഒരു തന്ത്രവും സ്വീകരിക്കുവാൻ സാധ്യമല്ലാതെ, വലാ യഹ്തദൂന സബീല, ഒരു രക്ഷാമാർഗവും സ്വീകരിക്കാൻ സാധ്യമല്ലാതെ ഒരു നാട്ടിൽ കുടുങ്ങിപ്പോയ ആളുകൾ, അവർക്കൊരു വഴിയുമില്ല, ഒരു ഉപായവുമില്ല, ഒരു തന്ത്രവും സ്വീകരിക്കാൻ കഴിയുന്നില്ല, ഒരു രക്ഷാമാർഗവും അവർക്കില്ല, മറ്റൊങ്ങോട്ടെങ്കിലും ഇതർ പോയി രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലുമില്ല. അങ്ങനെ അവിടെ അടിച്ചൊതുക്കപ്പെട്ട ആളുകളായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായ ആളുകൾ ഒഴികെ ബാക്കിയുള്ള ആളുകൾക്ക് നരകമായിരിക്കും എന്നാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്.
അങ്ങനെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഒരു നിലക്കും ഒരു ഉപായവും ഒരു രക്ഷാമാർഗവും സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തു പോയി മറ്റൊരു നാട്ടിലെത്തി തന്റെ വിശ്വാസവും ആദർശവും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധ്യമല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അവൻ മാപ്പ് നൽകുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാകുന്നു എന്നറിയിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നിലക്ക് നമുക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ളിടത്ത് നമ്മൾ നമ്മുടെ ആദർശത്തിലും വിശ്വാസത്തിലും അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുക മാത്രമാണ് മരണാസന്നമാകുന്ന സന്ദർഭത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് ഈ ആയത്തുകൾ നമ്മെ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുകയും ആ നിലക്ക് നല്ല ആത്മാവിനെ സ്വീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് തഖ്വയോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യും. അപ്പോൾ നാം പറഞ്ഞു വന്നത്, മരണം രണ്ട് തരത്തിലുണ്ട്. അഥവാ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ. ഒന്ന്, സ്വർഗാവകാശികളായിരിക്കുന്ന പുണ്യവാന്മാരായിരിക്കുന്ന ആളുകൾ ആത്മാവിനെ മലക്കുകൾ വളരെ സന്തോഷത്തോടെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അത് സമാധാനപരമായ ഒരു സാഹചര്യത്തിൽ അവർ സ്വീകരിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. രണ്ടാമത്തത്, പാപികളായ കുറ്റവാളികളായ ആത്മാവിനെ സ്വീകരിക്കുന്ന വളരെ ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ അവരെ മർദ്ദിച്ചുകൊണ്ടും അവരെ പറയുന്ന മുടന്തൻ ന്യായങ്ങൾക്കെല്ലാം മറുപടി നൽകപ്പെട്ടുകൊണ്ടുമായിരിക്കും എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കാറുള്ള ആയത്താണ് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ സത്യവിശ്വാസികളെ, യാജുഹല്ലദീനാമൻ ഇത്തഖുള്ള, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഹഖ്ക തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അവരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. മുസ്ലിമായിട്ട് മരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം അത് എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും സംഭവിക്കാം. അപ്പം മരിക്കാൻ നേരത്ത് ഞാൻ അങ്ങനെ ആവാം അങ്ങനെ ആവാന്ന് പറഞ്ഞാൽ രക്ഷയില്ല എന്നുള്ളതും നമ്മൾ വിശദീകരിക്കും. പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളായിട്ട് മരിക്കാനുള്ള മാർഗം? ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും തഖ്വ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റത്തെ തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന സൂറത്ത് യൂസുഫിൽ 101-ാമത്തെ വചനത്തിൽ അള്ളാഹു ഉദ്ധരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായിരിക്കുന്ന പടച്ചതമ്പുരാനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും ഈ ലോകത്തും നാളെ പരലോകത്തും എൻ്റെ രക്ഷാധികാരി. അതുകൊണ്ട് എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും എന്നെ സച്ചരിതാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ നാഥ. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ മുസ്ലിമൂൻ എന്നുള്ള ആ കാര്യം, അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണമേ. വഅൽഖിനി ബിസ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളോടൊപ്പം ചേർത്ത് തരികയും ചെയ്യണമേ, അവിടെ കൂട്ടത്തിൽ ചേർക്കണമേ എന്ന് നമ്മൾ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഓരോ ആത്മാവും നിരന്തരമായി പരിശോധിച്ചുകൊണ്ടിരിക്കണം, വിലയിരുത്തിക്കൊണ്ടിരിക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ നിരന്തരം പരിശോധിക്കണം. അതിനാണ് നമുക്ക് ഓരോ വെള്ളിയാഴ്ചയും ഒരാഴ്ചത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സമയമാണ്. വീണ്ടും ഒരാഴ്ചത്തേക്ക് ആവശ്യമായിരിക്കുന്ന ഊർജം സംഭരിക്കാനുള്ള സമയമാണ്.
അപ്പോൾ ആ നിലക്ക് തന്നെ നമുക്ക് വെള്ളിയാഴ്ചയെ സ്വീകരിക്കാൻ കഴിയണം. ഓരോ ദിവസവും അങ്ങനെയാണ്, ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയവും അങ്ങനെയാണ്, ഒരു വർഷത്തിൽ ഓരോ നോമ്പുകൾക്കിടയിലുള്ള സമയം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ദിവസം പല പ്രാവശ്യം നമുക്ക് നമ്മുടെ പ്രവർത്തനം വിലയിരുത്താൻ കഴിയണം, ആഴ്ചയിൽ പ്രത്യേകമായി വിലയിരുത്താൻ കഴിയണം. അതിനപ്പുറം വർഷത്തിൽ ഒരു പരിശോധന നടത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിരന്തരമായി നമ്മൾ പരിശോധിക്കണം. അതിൽ നാളേക്ക് ഞാൻ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്, ഞാൻ എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരു 2 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബാഗും സൂട്ട്കേസും മറ്റേർപ്പാടും ഒക്കെ റെഡിയായിരിക്കും. 2 ദിവസത്തേക്ക് വേണ്ട എല്ലാ ഏർപ്പാടും ഒരുക്കിയിട്ട് നമ്മൾ യാത്ര പുറപ്പെടും. 3-ാമത്തെ ദിവസം നമ്മൾ തിരിച്ചെത്തും എന്ന് നമുക്കറിയാം. പക്ഷെ ഈ 2 ദിവസത്തേക്ക് വേണ്ട കുടിവെള്ളം പോലും ബോട്ടിലാക്കിയിട്ടാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അനശ്വരമായ ഒരു യാത്രയിലേക്ക് എനിക്കും നിങ്ങൾക്കും തിരിച്ചു പോകാനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ അതിനുള്ള ഒരു സന്നദ്ധതയും തയ്യാറെടുപ്പും നമ്മൾ ഉണ്ടാവണം എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ വിസ്മരിച്ചു പോയ ആളുകളുടെ മാതിരി നിങ്ങൾ ആകരുത്. നമ്മൾ അള്ളാഹനെ മറന്നാലോ? അള്ളാഹ്ക്കൊന്നുമില്ല. അള്ളാഹ് നമ്മളെയും മറക്കും, അത്രയാണ്. നോക്കൂ, നമ്മൾ അവർ ദുർമാർഗികളാണ് എന്നാണ് അള്ളാഹു വിശദീകരിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ദുർമാർഗത്തിൽ പെട്ടുപോകാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നാളേക്ക് വേണ്ടി ഒന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒരു നിരീക്ഷണ ബോധം. CCTV ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധ ഉണ്ട്, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രദ്ധ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നിരീക്ഷകന്മാരെ വെച്ചിരിക്കുന്നു, പ്രത്യേകവും അത്തീതും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിരീക്ഷണത്തിന് നമ്മൾ വിധേയമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എങ്കിൽ ആ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആരുടെയെങ്കിലും അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് അവസാനം ഈമാനോടുകൂടി മരിക്കാൻ, അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സ് മാറി പറഞ്ഞുകൊണ്ടിരിക്കും, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, നമ്മുടെ മനസ്സിനെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, മാറ്റങ്ങളില്ലാതെ നിന്റെ മാർഗത്തിൽ, നിന്റെ ആദർശത്തിൽ, നിന്റെ വിശ്വാസത്തിൽ, നിന്റെ മതത്തിൽ അടിയുറച്ചുകൊണ്ട് മരിക്കാനുള്ള അവസരം ഉണ്ടാകണമേ എന്ന് നിരന്തരം നമ്മൾ ദുആ ചെയ്യണം എന്നാവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരെയും ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പടച്ചതമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. MSMന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എട്ടോടി ഹാറൂൺ അത്യാസന്ന നിലയിൽ ICUയിൽ ആണ്, ഇപ്പോൾ വെന്റിലേഷനിലാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം ശരിയാക്കി കൊടുക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു രോഗികൾക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ, ആരോഗ്യം മെച്ചപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, നാട്ടുകാർ ഓരോ ദിവസവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനാസകളിൽ നമ്മൾ സന്ദർശിക്കുകയും അവിടെ സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അവർക്ക് വേണ്ടി ജനാസംസ്കാരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഥ, അവർക്കെല്ലാം നിയമാഫറത്തും അർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മളെയും ജനാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവർക്ക് നീ ആശ്വാസം നൽകുകയും അവരുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യണമേ. നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും പല നിലക്കുള്ള പ്രതിബന്ധങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കുവാനും ഇഷ്ടമുള്ള മതവും വിശ്വാസവും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും കാത്തു സൂക്ഷിക്കുവാനും അതിനനുസരിച്ച് സംസ്കാരം നിലനിർത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ പങ്കാളികളാകാനും എല്ലാമുള്ള അവസരം ഞങ്ങൾക്ക് നീ ഒരുക്കി തരികയും അതിനുവേണ്ട സൗകര്യം ഞങ്ങൾക്ക് നീ ചെയ്തു തരികയും ചെയ്യണം. നാഥ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. توفنا مسلمين والحقنا بالصالحين.